നമ്മുടെ രമേശനും പോയി. എന്താ വിളിച്ചേ? എന്താ തുറക്കുന്നില്ലേ? തുറക്കുന്നില്ലേ? പാർത്ഥൻ, പാർത്ഥൻ, പറച്ചോനെ കണ്ണു തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. ആണോ? പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിക്ക് എടുത്ത് ബോഡിക്ക് ജീവൻ വെക്കാന്ന് വെച്ചാ ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചെന്ന് അറിയാനാ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്. പറയൂ, നടന്നതെല്ലാം പറയൂ. അറിയാം, എല്ലാം അറിയാം. കല്യാണത്തിന് പോയതാണല്ലോ. കല്യാണം കഴിഞ്ഞു കൂടാൻ തീരുമാനിച്ചു. 1-ാം തീയതി സാധനം കിട്ടാനില്ല. അതുകൊണ്ട് പൊന്നപ്പന്റെ കനാലും കട്ടൻ ഒരു 2 അടിച്ചിട്ട് പാട്ടും കൂത്തുമായിട്ട് ഞങ്ങളൊരു ആഘോഷമായിരുന്നു. എന്നിട്ട് പാർത്ഥന്റെ ഓർമ്മശക്തിക്ക് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്താ പറയൂ, പറയാ. വിടരുന്നവരെ വെച്ച് നീ എന്നെ പറ്റിക്കാനോ? അവന്റെ തലയിൽ പീലി. എന്താ പാർത്ഥ? ആ തലയിൽ പീലി വെച്ച ആളാ എന്നെ മോർച്ചറിയിൽ നിന്ന് വിളിച്ചെണിപ്പിച്ചത്. കൂൾ ഡൗൺ. അത് പാർത്ഥന്റെ വെറും തോന്നലാ, ഹാലൂസിനേഷൻ. വാറ്റടിച്ച ശേഷം നടന്ന എന്താണെന്ന് പറഞ്ഞു. സംഗതി ഒരു 2-3 റൗണ്ട് അകത്താക്കി നല്ലൊരു ഓളത്തിന് ഞങ്ങൾ ഇങ്ങനെ പാട്ടും പാടിയിരിക്കുമ്പോ എടുത്തിട്ട് അടിച്ച പോലെ ഒരു 3 പ്രാവശ്യം ശർദ്ദല. പിന്നെ ആരോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയതും ഇടനാഴിയെ കൂടെ സ്ട്രെച്ചറിൽ പോയതൊക്കെ ഒരു നേരിയ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എവിടുന്ന് ഒരു വെളിച്ച ഒരു ഒറ്റ വരവ മുഖത്തേക്ക്, പിന്നെ ഒരു ഒറ്റ പോക്കല്ലേ ഒരു ദ്വാരത്തെ കൂടി. ആ ചുറ്റും വർണ്ണ കാഴ്ചകൾ, നക്ഷത്രങ്ങൾ, മാലാകമാർ, പിന്നെ കുരുത്തോലകൾ. അങ്ങനെ പോയി ചെന്ന് കണ്ടത് എന്താണെന്നറിയാമോ? അയ്യേ, അതും കണ്ടോ? അതല്ല, 10,000-കണക്കിന് മയിൽപീലികൾ ഇങ്ങനെ ഇളകി ആടുന്നു. അപ്പൊ എവിടെ നിന്നോ ദേ വരുന്നു ഒരു അല്ല പിന്നെ വേണുനാഥം. കാലം പോയി പോക്ക് നോക്കിയേ, ഡോളിയിൽ ഇവിടുന്ന് മലക്കി പോകുന്നു. എന്താ പാടത്ത് പണിയെടുത്തോണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് 3-4 തവണ ഛർദ്ദിച്ചു. അന്നേരം തുടങ്ങിയതായി ഈ വാലിവ്. വണ്ടി എടുക്കണ? വണ്ടിയല്ല, നമ്മുടെ വണ്ടി എടുക്കാം. വിട്, ശ്വാസം വിടാൻ. ടയർ പഞ്ചറാ. ഓ നാശം. സ്റ്റെപ്പിനി എവിടെ? ഒറിജിനൽ വീട്ടിലാ. സ്റ്റെപ്പിനി ഷെഡിലുണ്ട്. നിക്ക്, നീ എങ്ങോട്ടാ? ഓ എങ്ങോട്ടാണെന്നോ? ആശുപത്രിയിലേക്ക്. അതെനിക്കറിയാൻ പാടില്ല. എന്തിനാ ചോദിച്ചത്? ആര് ചോദിച്ചു? നീലപ്പ ചോദിച്ചത്. എടാ നിന്റെ തലയ്ക്ക് ഭ്രാന്തായോ? എടാ നോക്കിക്കാ, ഗോവിന്ദന്റെ ആശുപത്രിക്കാൻ നോക്ക്. അല്ല, എന്റെ അടുത്ത് ആരോ ചോദിച്ചു. ആശുപത്രിയിലൊന്നും പോകണ്ട, കുറച്ച് കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുത്താൽ മതി. എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ എന്ത് ഇപ്പൊ ശബ്ദം മാറ്റി പറഞ്ഞത്? എന്ത് പറഞ്ഞു? ആശുപത്രി പോകണ്ടെന്ന് ആര് പറഞ്ഞു? നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? പടച്ചോനെ, ഇത് പോക്കാ. ആ ഡോക്ടർ അപ്പോഴേ പറഞ്ഞതാ ഇനി ആൾ നോർമൽ ആയിരിക്കില്ലെന്ന്. നോക്കണ്ട. അവിടെ നോക്കി നിൽക്കാതെ കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുക്കു പാർത്താ. ഓ അത് ഞാനാണോ കൊടുക്കണ്ടത്? എന്തൊരു കഷ്ടം. ആശുപത്രി പോണ്ട, ആശുപത്രി പോണ്ട. ഇത്തിരി കുരുമുളകും മറ്റേ സാധനവും കൂടി അങ്ങ് അരച്ചു കൊടുത്താൽ മതി. അതല്ല കത്തുന്ന സാധനം. അതല്ല നീ കത്തിച്ച കത്തുന്ന സാധനം. പടക്കം. അതല്ല ഈ അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന കർപ്പൂരം. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ചങ്ങ് കൊടുത്താൽ മതി. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ച് കൊടുക്കടി. എന്താ ഇത് മോനെ?
അമ്മേ ആ പൂജാമുറിയിലെ വിളക്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ചേ, തിരി ഇപ്പൊ കെടും. ചെല്ല് ചെല്ല്. കണ്ണൻ